നമുക്കിനി വോയിസ് ഡിസോർഡേഴ്സിനെ പറ്റി സംസാരിക്കാം. പൊതുവെ ഒരു സമൂഹത്തിൽ ഏതാണ്ട് 3 മുതൽ 10% വരെ ആൾക്കാരിൽ വോയിസ് ഡിസോർഡേഴ്സ് ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. ഇതിലേറ്റവും കോമൺ ആയി കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് വോയിസ് അബ്യൂസ് എന്ന് പറയുന്നത്. വോയിസ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ എന്തെങ്കിലും സ്വഭാവങ്ങൾ, അത് വോക്കൽ കോഡിന് ഇഞ്ചുറി ഉണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും വോയിസ് ഉപയോഗം നമ്മുടെ സൈഡിൽ നിന്ന് തന്നെ വരുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് ഒരുപാട് സംസാരിക്കുക. ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരുപാട് സംസാരിക്കും. അല്ലെങ്കിൽ ഈ പൊളിറ്റീഷ്യൻസ് എന്തെങ്കിലും ഇലക്ഷൻ സമയമോ അങ്ങനെയുള്ള സമയത്ത് അവരുടെ ടോക്കിംഗ് സാധാരണയിലും കൂടുതലാണ്. അപ്പോൾ ഇത് വോക്കൽ കോഡിനെ ഡാമേജ് ചെയ്യാൻ അല്ലെങ്കിൽ വോയിസ് ഇഷ്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഘടകമാണിത്. മറ്റൊന്ന് ത്രോട്ട് ക്ലിയറിങ്, തൊണ്ട ക്ലിയർ ചെയ്യുക. അതായത് ഇങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും തൊണ്ടയിൽ കഫോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെളിയിലേക്ക് കളയാൻ വേണ്ടി നമ്മൾ ക്ലിയർ ചെയ്യുന്നൊരു ഹാബിറ്റാണ്. ഇതും വോയിസിനെ സംബന്ധിച്ച് നല്ലതല്ല. മൂന്നാമത് ചുമയ്ക്കുക, കണ്ടമാനം ചുമയ്ക്കുന്നത് ഇതിന് ഇഞ്ചുറി ഉണ്ടാക്കാൻ പ്രോബബിലിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഇറിറ്റൻസ് ഒരുപാട് ഇൻഹേൽ ചെയ്യുന്നു. ഇപ്പം എന്തെങ്കിലും ഫാക്ടറിയിലോ അങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ഇറിറ്റൻസ് ഇൻഹേൽ ചെയ്യുന്നത് വോയിസിന് നല്ലതല്ല. സ്മോക്കിംഗ് വോയിസിനെ സംബന്ധിച്ച് നല്ലൊരു ഘടകമല്ല. പിന്നെ ഒരുപാട് ഷൗട്ട് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ കുട്ടികളാണെങ്കിൽ കളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉള്ള സമയത്ത് ഒരുപാട് ഷൗട്ട് ചെയ്യുന്നത് നല്ലതല്ല. ഇതെല്ലാം വോയിസ് അബ്യൂസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഇതാണ്. ഇത് വോയിസിനെ പ്രതികൂലമായി ബാധിക്കാൻ തക്ക ഘടകങ്ങളാണിത്. പിന്നെ അടുത്തതാണ് വോയിസ് മിസ്യൂസ്. മിസ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇപ്പോൾ പാട്ട് പാടുന്ന ആൾക്കാർ അവരൊരുപാട് ഉറക്കപ്പാടുകയോ അല്ലെങ്കിൽ അവരുടെ പിച്ച്, ഞാൻ മുമ്പേ പറഞ്ഞു നമ്മുടെ ഒരു നോർമൽ വോക്കൽ ഫോൾഡ് വൈബ്രേറ്ററി കപ്പാസിറ്റി എത്രയാണെന്ന്, അതിൽ നിന്നും ഒരുപാട് താന്നോ അല്ലെങ്കിൽ മുകളിലേക്കോ പിച്ചിൽ സംസാരിക്കുകയോ പാടുകയോ ചെയ്യുക. ഉദാഹരണത്തിന് ഒരാണ് സ്ത്രീയുടെ ശബ്ദത്തിൽ പാടുക അല്ലെങ്കിൽ സ്ത്രീയുടെ ശബ്ദത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ വോക്കൽ ഫോൾഡിന് ഡാമേജ് ഉണ്ടാക്കാൻ തക്ക ഘടകങ്ങളാണ്. പിന്നെ ഈ പറയുന്ന അബ്യൂസ് വഴി ഒക്കെ സാധാരണ വളരെ കോമൺ ആയി നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്ന ഒരു ഡിസോർഡറാണ് വോക്കൽ നൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അത് കുട്ടികൾ മുതൽ മുതിർന്നവരിൽ വരെ ഈ അസുഖം കാണപ്പെടാറുണ്ട്. നൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു സ്വെല്ലിംഗ് ആണ് ഉദ്ദേശിക്കുക. വോക്കൽ ഫോൾഡ് എന്ന് പറയുന്ന മസിൽസിൻ്റെ അവിടെ പൊതുവെ 2 സൈഡിലും ഈ സ്വെല്ലിംഗ് കാണാറുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒച്ചയെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതാണ് ആദ്യമായിട്ട് കാണപ്പെടുന്നത്. നമുക്കിത് ഒരു ഭീതി ജനിപ്പിക്കുന്ന കണ്ടീഷനാണ്. നമുക്ക് ഒച്ച കിട്ടുന്നില്ല എന്നും പറഞ്ഞ ആൾക്കാർ വന്നു കഴിയുമ്പോൾ നമ്മളിത് ആദ്യം വേണ്ടത് ഒരു ENT സർജൻ ഇത് എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ഡയറക്റ്റ് ലാരിങ്കോസ്കോപ്പി വഴിയോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ലാരിങ്കോസ്കോപ്പി വഴിയോ വോക്കൽ ഫോൾഡിൽ ഈ പറയുന്ന നൊഡ്യൂൾസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. മറ്റ് ടെക്നിക്സ് അവർ പൊതുവെ യൂസ് ചെയ്യാറ് സ്ട്രോബോസ്കോപ്പി എന്ന് പറയുന്ന ടെക്നിക്കുണ്ട്. അത് വോക്കൽ ഫോൾഡിൻ്റെ വൈബ്രേറ്ററി പാറ്റേൺ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചും നമുക്ക് വോക്കൽ ഫോൾഡിൽ ഘടനാപരമായോ അതിൻ്റെ വൈബ്രേഷനെ സംബന്ധിച്ച് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നോ എല്ലാം മനസ്സിലാക്കാൻ പറ്റും. പിന്നീടൊരു സ്പീച്ച് പത്തോളജിസ്റ്റ് വോയിസിൻ്റെ ക്വാളിറ്റി, അതായത് ഒരാൾ സംസാരിക്കുന്നതിൻ്റെ പിച്ച് എങ്ങനെയുണ്ട്, ലൗഡ്നെസ് എങ്ങനെയുണ്ട്, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ എങ്ങനെയുണ്ട്, മറ്റെന്തെങ്കിലും ഡിസ്റ്റർബൻസസ് ഇതിലുണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പലവിധ ഉപകരണങ്ങളുണ്ട്. ഡോക്ടർ സ്പീച്ച്, ഇലക്ട്രോഫോട്ടോഗ്രഫി എന്നിങ്ങനെ പലവിധ ഉപകരണങ്ങളുണ്ട്.
ഇതെല്ലാം വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പൊതുവെ ഈ വോക്കൽ നൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു സ്വെല്ലിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡും ആദ്യം നമ്മൾ ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വോയിസ് റെസ്റ്റ് അഡ്വൈസ് ചെയ്യുകയാണ് പൊതുവെ ഉള്ള രീതി. ഇപ്പം റെസ്റ്റ് കൊണ്ട് തന്നെ നല്ല ചേഞ്ച്, ഈ പറയുന്ന അബ്യൂസീവ് ബിഹേവിയർ കൊണ്ടുണ്ടാകുന്ന സ്വെല്ലിംഗ് ആണെങ്കിൽ വോയിസ് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചേഞ്ച് ആ സ്വെല്ലിങ്ങിൽ കാണാറുണ്ട്. പിന്നെ ഒരുപാട് നല്ല വോക്കൽ ഹൈജീൻ മെഷേഴ്സ്, അതായത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള സജഷൻസും അവർക്ക് കൊടുക്കാറുണ്ട് പേഷ്യൻസിന്. ഉദാഹരണത്തിന് ഒരുപാട് സംസാരിക്കുന്ന അവോയ്ഡ് ചെയ്യുക, പാട്ട് പാടുന്ന ശീലമുണ്ടെങ്കിൽ ഈ പറയുന്ന നൊഡ്യൂൾസ് ഉള്ളവർ അത് കുറച്ചു കാലത്തേക്ക് നിർത്തുക. പിന്നെ കൂടെ വെള്ളം, അതായത് വോക്കൽ ഫോൾഡിനെ ഹൈഡ്രേറ്റ് ചെയ്യുക. തൊണ്ട വറ്റുന്ന പോലെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. പിന്നെ ഒരുപാട് എരിവ്, പുളി എന്നുള്ള ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെയുള്ള ജനറൽ അഡ്വൈസസും പിന്നെ വോയിസ് റെസ്റ്റുമാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റിൽ ഈ പറയുന്ന വോക്കൽ നൊഡ്യൂളിന് കൊടുക്കുക. അതുകൊണ്ട് തന്നെ നല്ല ചേഞ്ച് കാണാറുണ്ട്. ചേഞ്ച് വരാത്ത ആൾക്കാരിൽ സർജറിയാണ് പിന്നെ അടുത്ത ഓപ്ഷൻ. രണ്ടാമത് അല്ലെങ്കിൽ മറ്റ് ഒരു കണ്ടീഷൻ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് ലാരിഞ്ചൈറ്റിസ്. നമുക്ക് എന്തെങ്കിലും തൊണ്ടയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വോയിസ് മോശമാകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പൊതുവെ ചെയ്യേണ്ടത് ആ കണ്ടീഷനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ ആ കണ്ടീഷനെ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ആ അസുഖം മാറിക്കഴിയുമ്പോൾ നമ്മുടെ വോയിസും നോർമലൈസ് ചെയ്ത് വരുന്നതായിട്ടാണ് കാണുന്നത്. മറ്റൊരു കണ്ടീഷൻ പൊതുവെ കാണുന്നതാണ് വോക്കൽ ഫോൾഡ് പോളിപ്പ് എന്ന് പറയും. പോളിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയൊരു കൊമള പോലെ നമ്മുടെ വോക്കൽ ഫോൾഡിൽ കാണപ്പെടുന്നതാണ്. അത് യൂഷ്വലി ഒരു സൈഡിലാണ് കാണപ്പെടുക. നൊഡ്യൂൾ രണ്ട് സൈഡിലുമാണ് കാണപ്പെടുന്നതെങ്കിൽ പോളിപ്പ് ഒരു സൈഡിലാണ് കാണുന്നത്. പൊതുവെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് സർജിക്കൽ ഓപ്ഷനാണ് നമ്മൾ ചെയ്യാറ്. മറ്റ് മേജർ കണ്ടീഷൻ നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് സ്ഥിരമായ നമ്മുടെ വോയിസിന് എന്തെങ്കിലും ഹോഴ്സ്നെസ്സോ അല്ലെങ്കിൽ ഒച്ച അടഞ്ഞ പോലെ വരുമോ, നമുക്കത് ദീർഘകാലം മാറാതെ നിൽക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ക്യാൻസറസ് ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതും വിശദമായി പരിശോധിക്കേണ്ടതാണ്. പിന്നെ കോമൺ ആയിട്ട് കാണപ്പെടുന്നൊരു കണ്ടീഷനാണ് വോക്കൽ കോർഡ് പാരാലിസിസ് എന്ന് പറയും. വോക്കൽ കോർഡ് പാരാലിസിസ് രണ്ട് രീതിയിൽ വരാം. ഒന്നെങ്കിൽ രണ്ട് കോർഡിനും പാരാലിസിസ് ഉണ്ടാവുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർഡിന് പാരാലിസിസ് ഉണ്ടാവുക. അതിൽ രണ്ട് കോർഡിന് പാരാലിസിസ് ഉണ്ടാകുന്ന കണ്ടീഷനാണ് കൂടുതൽ ജാഗ്രത വേണ്ടത്. കാരണം രണ്ട് വോക്കൽ ഫോൾഡും ചേർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ആ പാരാലിസിസ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ മാനേജ്മെൻറ്റ് വേണ്ടതാണ്. അതേസമയം അകന്നിരിക്കുന്ന കണ്ടീഷനിൽ ആണെങ്കിൽ അത്രയും അപകടമില്ല. കാരണം നമ്മുടെ എയർ ഫ്ലോയെ അത് ഡിസ്റപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഒരു സൈഡിലേക്കുള്ള വോക്കൽ ഫോൾഡിന് ഇതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അപകടം സംഭവിച്ചോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർജറി ചെയ്യുമ്പോൾ ഈ വോക്കൽ ഫോൾഡിലേക്കുള്ള നെർവ് സപ്ലൈ, റിക്കറന്റ് ലാരിഞ്ചൽ നെർവ് സപ്ലൈ, അതിനൊക്കെ എന്തെങ്കിലും ക്ഷതം പറ്റിയാൽ നമുക്ക് വരാവുന്ന കണ്ടീഷനാണ് വോക്കൽ ഫോൾഡ് പാരാലിസിസ് എന്ന് പറയുക. അപ്പോൾ ഈ കണ്ടീഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക. പിന്നെ മെഡിക്കൽ സർജിക്കൽ മാനേജ്മെൻറ്റ് എന്തെങ്കിലും വേണമെങ്കിൽ അത് ചെയ്യുക. വോയിസ് തെറപ്പി വളരെയധികം ഫലപ്രദമാണ് ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ. പിന്നെ പൊതുവെ കാണുന്ന മറ്റൊരു കണ്ടീഷനാണ് ന്യൂറോജനിക് വോയിസ് ഡിസോർഡേഴ്സ്. അതായത് നെർവ് സപ്ലൈ, നമ്മുടെ ഈ മസിൽസിലേക്കുള്ള നെർവ് സപ്ലൈക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കാണപ്പെടുന്ന ഇഷ്യൂസ്.
വേറൊരു കാറ്റഗറിയാണ് ഫങ്ഷണൽ ഡിസോർഡേഴ്സ് എന്ന് പറയും. അതായത് പ്രത്യേകിച്ച് യാതൊരു ഘടനാപരമായ കാരണങ്ങളും ഇല്ലാതെ വോയിസ് ഡിസോർഡേഴ്സ് മാനിഫെസ്റ്റ് ചെയ്യുക. ഉദാഹരണത്തിന്, ഒരാൾ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ പറയുന്നു അല്ലെങ്കിൽ കാണിക്കുന്നു, എനിക്ക് ഒച്ചയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ്, ഇപ്പം ചില മാനസികപരമായ പ്രശ്നങ്ങളുള്ള ഇപ്പോൾ ചിലപ്പോൾ കുട്ടികൾ ഇങ്ങനെ സ്കൂളിൽ പോകാൻ മടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാണിക്കാം. അപ്പോൾ ഇവരിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നൊരു കാര്യം, ഈ ആൾക്കാർക്ക് ചുമയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ചുമയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വോക്കൽ ഫോൾഡിൻ്റെ ലെവലിൽ ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ്. ഒരാൾക്ക് ചുമയ്ക്കാൻ പറ്റുകയും അയാൾക്ക് വോയിസ് ഇല്ല എന്ന് പറയുന്നൊരു കണ്ടീഷൻ വളരെ റെയറായിട്ടേ കാണപ്പെടാറുള്ളൂ. അപ്പം നമുക്ക് തന്നെ ഇങ്ങനെ ഒരാൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ തീർച്ചയായും ഒരു വിദഗ്ധൻ്റെ അടുത്ത് പരിശോധനയ്ക്കായി കൊണ്ടുപോകണം. പിന്നെ നമ്മൾ പ്രായമാകുമ്പോൾ കാണപ്പെടുന്ന വോയിസ് സംബന്ധമായ ഇഷ്യൂസ് എന്തൊക്കെയാണ്? പ്രായമാകുമ്പോൾ നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എല്ലാ സിസ്റ്റംസും ഏജ്ഡ് ആകുന്ന പോലെ ഈ ഒരു വോയിസിനെ സംബന്ധിക്കുന്ന സിസ്റ്റംസും ഏജിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പോൾ പ്രധാനമായും നമുക്ക് എയർ സപ്ലൈ ഇന്നഡിക്കേറ്റ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ശരിയായിട്ട് ഫങ്ഷൻ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതിന് ഉൾക്കൊള്ളാവുന്ന എയർ സാധാരണ ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന പോലെ എയർ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ വോയിസ് ഫീബിളാകും, അതിന് വേണ്ടത്ര ലൗഡ്നെസ് കിട്ടില്ല, വീക്കായ പോലെ തോന്നും നമ്മുടെ വോയിസ്. പിന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ആണുങ്ങളിൽ പിച്ച് കൂടിക്കൊണ്ടിരിക്കും. അതായത് ഞാൻ പറഞ്ഞു 130 ഹെർട്സ് ആണ് ആണുങ്ങൾ കാണപ്പെടുന്ന ഫണ്ടമെന്റൽ ഫ്രീക്വൻസി വൈബ്രേഷൻ. ഇത് കൂടും. സ്ത്രീകളിൽ പിച്ച് കുറയും. ഇതൊക്കെയാണ് ഫിസിയോളജിക്കലി സംഭവിക്കുന്ന പ്രധാന മാറ്റങ്ങൾ. പിന്നെ വോയിസിന് ട്രമർ വരാം, നമുക്ക് ചെറിയ വിറ പോലെ വോയിസിന് കാണപ്പെടാം. ഇതൊക്കെ ഏജിങ് സംബന്ധമായി നമുക്ക് കാണപ്പെടുന്ന പ്രശ്നങ്ങളാണ്. മറ്റൊരു പ്രധാന ഘടകം ഗ്യാസ്ട്രോ ഈസോഫിജിയൽ റിഫ്ലക്സ് ഡിസീസ്. അതായത് നമുക്ക് വയറ്റിൽ നിന്നും പുളിച്ചുതകട്ടൽ പോലുള്ള പ്രശ്നമുണ്ടെങ്കിൽ ഇത് നമ്മുടെ വോക്കൽ ഫോൾഡിനെ പ്രതികൂലമായി ബാധിക്കാവുന്ന ഒരു സംഭവമാണ്. കാരണം ഈ വരുന്ന അസിഡിക് സെക്രീഷൻസ് നമ്മുടെ വോക്കൽ ഫോൾഡിന് ഡാമേജ് ഉണ്ടാക്കാനും അതുവഴി ഒരാളുടെ ഒച്ച ഹോഴ്സ് ആകാനും, അതായത് ഒരു റഫ് വോയിസ് പ്ലസ് ഒരു എയർ സപ്ലൈ പോലുള്ള വോയിസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ പറയുന്ന ഡിസോർഡേഴ്സ് ഉള്ളവരിൽ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉള്ളവരാണെങ്കിൽ ആദ്യം ആ ബേസിക് കോസ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പ്രധാനമായിട്ടും ഞാൻ നമ്മുടെ ഒരു നല്ല വോയിസിന് വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഒരു ടിപ്സ് പറഞ്ഞു തരാം. നമ്മൾ ഒരിക്കലും നമ്മുടെ വോയിസ് നമ്മുടെ എക്സ്ട്രീം റേഞ്ചിൽ ഉപയോഗിക്കാതെ ശ്രദ്ധിക്കുക. എക്സ്ട്രീം റേഞ്ച് എന്ന് പറഞ്ഞാൽ ലൗഡ്നെസ്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ പിച്ചിൻ്റെ കാര്യത്തിലായിക്കോട്ടെ നമുക്ക് ഏറ്റവും ഒച്ചത്തിനും ഏറ്റവും നമ്മുടെ ഫ്രീക്വൻസിയെ സ്ട്രെച്ച് ചെയ്തും സംസാരിക്കുകയായിരിക്കുക. 2, രഹസ്യം പറയുന്നത് അവോയ്ഡ് ചെയ്യുക, അത് നല്ലതല്ല വോയിസിനെ സംബന്ധിച്ച്. പിന്നെ സ്ക്രീം ചെയ്യുക, ഒച്ചത്തിൽ അലറി വിളിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വോയിസിന് നല്ലതല്ല. നമുക്ക് നല്ല ബ്രീത്തിങ് ഹാബിറ്റ് വേണം. ചില ആൾക്കാരിൽ റോങ് മോഡൽ ഓഫ് ബ്രീത്തിങ്, ഉദാഹരണത്തിന് ക്ലാവിക്കുലർ ബ്രീത്തിങ് എന്നൊക്കെ പറയുന്ന റോങ് ബ്രീത്തിങ് പാറ്റേൺസ് ഉണ്ട്. അതൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല ബ്രീത്തിങ് പാറ്റേൺ, അതായത് നമ്മുടെ ചെസ്റ്റ് ആൻഡ് അബ്ഡോമിനൽ, ഇത് വഴി നല്ല ബ്രീത്തിങ് പാറ്റേൺ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഒരുപാട് സമയം സംസാരിക്കേണ്ട ആൾക്കാർ, ഉദാഹരണത്തിന് പ്രൊഫഷണലി ടീച്ചേഴ്സൊക്കെ ഒരുപാട് സമയം സംസാരിക്കണമെങ്കിൽ ഇടയ്ക്കൊക്കെ ബ്രേക്സ് കൊടുക്കണം. പിന്നെ ടീച്ചേഴ്സിന് പൊതുവേ നമുക്ക് കൊടുക്കാവുന്ന അഡ്വൈസ് ആണ്
വലിയ ക്ലാസ് റൂം ആണെങ്കിൽ അവർ മൈക്കിൻ്റെ ഹെൽപ്പ് എടുക്കുക. കാരണം ഒരുപാട് സ്ട്രെയിൻ ചെയ്തവർക്ക് സംസാരിക്കേണ്ടി വരില്ല. കാരണം ഒരു ടീച്ചറിനെ സംബന്ധിച്ച് അവരൊരു ദിവസം 5-6 മണിക്കൂറാണ് ക്ലാസ് എടുക്കുന്നത്. ഇത് റെഗുലർലി മുന്നോട്ട് പോയി നമ്മൾ ഉറക്കെ സംസാരിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് ടീച്ചറിൽ കാണപ്പെടുന്ന കണ്ടീഷൻസാണ് ഈ നൊഡ്യൂൾസും എല്ലാം. അപ്പോൾ ഇവർ അങ്ങനത്തെ മൈക്ക് സപ്പോർട്ട് സിസ്റ്റമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണം. പിന്നെ സ്ഥിരം നമ്മുടെ കയ്യിൽ വെള്ളം, നമ്മൾ ഒരിക്കലും ഡീഹൈഡ്രേറ്റഡ് ആക്കരുത് നമ്മുടെ വോക്കൽ കോഡിനെ. തൊണ്ട വറ്റുന്ന പോലെ തോന്നുന്നെങ്കിൽ അപ്പോഴപ്പോൾ ചെറിയ ചെറിയ സിപ്പ് കുടിച്ചാലും മതി. നമ്മുടെ വോക്കൽ കോഡിനെ എപ്പോഴും മോയിസ്റ്റാക്കി വെക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രോട്ട് ക്ലിയർ ചെയ്യുന്ന ഹാബിറ്റ് അവോയ്ഡ് ചെയ്യുക. ഒരുപാട് ചുമയ്ക്കുന്ന ടെൻഡൻസി അവോയ്ഡ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും വോയിസ് ഇഷ്യൂസ്, നമുക്ക് ഒച്ച നമ്മുടെ ശരിയല്ലാതെ വരുവാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെയ്ത് നോക്കാവുന്ന കാര്യം വോയിസ് റെസ്റ്റ് കൊടുക്കുക. അതായത് ഒച്ച മോശമായിട്ടാണ് കാണുന്നതെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് പരമാവധി സംസാരം അവോയ്ഡ് ചെയ്യുകയും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും ഒക്കെ ചെയ്ത് വിശ്രമം കൊടുത്ത് നോക്കി വോയിസ് നോർമൽസി അറ്റൈൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇനി അഥവാ മാറുന്നില്ലെങ്കിൽ മാത്രം കൺസൾട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ പൊതുവെ ഇത്രയും വിവരങ്ങളാണ് ഞാൻ ഈ ഒരു വോയിസ് ഡേയിൽ സംസാരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. മറ്റെന്തെങ്കിലും വിശദ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കോൺടാക്ട്.